നിങ്ങൾക്ക് ഫ്രോസൺ ഷോൾഡർ ഉണ്ടോ? ഫ്രോസൺ ഷോൾഡർ സാധാരണയായി 3 സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ്? ഓരോ സ്റ്റേജിലും എന്താണ് സംഭവിക്കുന്നത്? അതനുസരിച്ച് ഫ്രോസൺ ഷോൾഡർ മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ശരിയായ സമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത്? ഈ വീഡിയോയിൽ വിശദമായി പറഞ്ഞു തരാം. ആദ്യത്തെ സ്റ്റേജ് ഫ്രീസിംഗ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ പ്രധാനമായും വേദനയാണ് കൂടുതലായി അനുഭവപ്പെടുന്നത്. ആദ്യം ചെറിയ തോളുവേദനയായി തുടങ്ങാം. പിന്നീട് വേദന കൂടി വരികയും തോളിന്റെ മൂവ്മെന്റ് പതുക്കെ കുറയുകയും ചെയ്യും. പ്രത്യേകിച്ച് രാത്രിയിൽ വേദന കൂടാം. വേദനയുള്ള ഷോൾഡറിന്റെ സൈഡിലേക്ക് കിടക്കാൻ കഴിയാതെ വരാം. ഡ്രസ് ഇടുക, മുടി ചീവുക, കൈ മുകളിലേക്ക് ഉയർത്തുക തുടങ്ങിയ സാധാരണ കാര്യങ്ങളും ബുദ്ധിമുട്ടാകാം. ഈ സ്റ്റേജിൽ ട്രീറ്റ്മെന്റ് വളരെ പ്രധാനമാണ്. വേദന നിയന്ത്രിക്കുകയും ഷോൾഡർ പൂർണ്ണമായി അനക്കാതെ പോകുന്നത് ഒഴിവാക്കുകയും വേണം. വേദന സഹിച്ച് ഷോൾഡർ ശക്തമായി സ്ട്രെച്ച് ചെയ്യുകയോ ഫോഴ്സ് ചെയ്ത് എക്സസൈസ് ചെയ്യുകയോ പാടില്ല. പകരം വേദന സഹിക്കാവുന്ന പരിധിയിൽ വളരെ ജെന്റിലായ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസുകൾ ചെയ്യുകയും ആവശ്യമായ ചികിത്സയെടുത്ത് വേദന നിയന്ത്രിക്കുകയും വേണം. രണ്ടാമത്തെ സ്റ്റേജ് ഫ്രോസൺ സ്റ്റേജ്. ഈ സ്റ്റേജിൽ ചിലരിൽ വേദന കുറയാൻ തുടങ്ങും. പക്ഷേ പ്രധാന പ്രശ്നം ഷോൾഡറിന്റെ മുറുക്കം അഥവാ സ്റ്റിഫ്നെസ് ആയിരിക്കും. കൈ പൂർണ്ണമായി മുകളിലേക്ക് ഉയർത്താൻ കഴിയില്ല. കൈ പിന്നിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകും. ഡ്രസ് ഇടുക, മുടി ചീകുക തുടങ്ങിയ ദൈനംദിന കാര്യങ്ങൾ പോലും ബുദ്ധിമുട്ടാകും. വേദന മാറിയതുകൊണ്ട് ഫ്രോസൺ ഷോൾഡർ മാറിയെന്ന് ഈ സ്റ്റേജിൽ കരുതരുത്. ഇവിടെയാണ് ശരിയായ ട്രീറ്റ്മെന്റും എക്സസൈസും കൂടുതൽ പ്രധാനമാകുന്നത്. തോളിന്റെ മൂവ്മെന്റ് പതുക്കെ തിരികെ കൊണ്ടുവരാൻ വ്യക്തിക്ക് അനുയോജ്യമായ മരുന്നും സ്ട്രെച്ചിങ്, റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസുകൾ എന്നിവ സ്ഥിരമായി നൽകണം. എക്സസൈസ് ചെയ്യാതെ തോൾ അനക്കാതിരുന്നാൽ സ്റ്റിഫ്നെസ് തുടരാം. അതേസമയം വേദന സഹിച്ച് ഫോഴ്സ് ചെയ്ത് ഷോൾഡർ വലിക്കുകയും അരുത്. മൂന്നാമത്തെ സ്റ്റേജ് ട്വാവിംഗ് സ്റ്റേജ്. ഇതാണ് റിക്കവറി സ്റ്റേജ്. തോളിന്റെ മുറുക്കം പതുക്കെ കുറയുകയും കൈ കുറച്ചുകൂടി ഉയർത്താൻ സാധിക്കും. മുമ്പ് ബുദ്ധിമുട്ടായിരുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ പലതും പതുക്കെ എളുപ്പമാകാൻ തുടങ്ങും. ഈ സ്റ്റേജിലും ട്രീറ്റ്മെന്റ് നിർത്തരുത്. പെയിൻ കുറഞ്ഞു, കൈ കുറച്ചുകൂടി ഉയർത്താൻ കഴിയും എന്ന് കരുതി മരുന്നും വ്യായാമങ്ങളും നിർത്തിയാൽ ഷോൾഡറിന്റെ പൂർണ്ണമായ മൂവ്മെന്റും സ്ട്രെങ്ത്തും തിരികെ കിട്ടാതെ പോകും.